Okay, in the previous classes, we already discussed some problems related to the unbiased estimator. So today we have the question, show that the sample mean x bar is the consistent estimator for the population mean mu, which means നമുക്ക് എക്സ് ബാർ എന്ന് പറഞ്ഞ സാമ്പിൾ മീന് പോപ്പുലേഷൻ മീൻ മ്യൂവിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സിൻസ് എക്സ് ബാർ ഫോളോസ് എൻ ഓഫ് മ്യൂ സിഗ്മ സ്ക്വയർ ബൈ എൻ നമുക്ക് തന്നിട്ടുണ്ട് വെൻ എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാൻ പറ്റും. ഓർ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ നമ്മൾ എന്ത് പറ്റും തിരിച്ചിട്ട് റൂട്ട് എൻ ബൈ സിഗ്മ ഇതിനെ ത്രൂ ഔട്ട് സിഗ്മ ബൈ റൂട്ടിനോട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ടു 1. സോ ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ടിന് പകരം നമ്മൾ ഇസെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ വി ഗെറ്റ് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എൻ ബൈ സിഗ്മ ഈക്വൽ ടു 1. നമ്മൾ ഈ മോഡുലസ് ഒഴിവാക്കുന്നു, വിച്ച് മീൻസ് ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് എപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ ലെസ് ദാൻ സെഡ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എൻ ബൈ സിഗ്മ ഈക്വൽ ടു 1. സോ പ്രോബിലിറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ ടോട്ടൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. സോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ മൈനസ് എപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ ടു എപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ ഇൻറ്റു ഇത് സെഡ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ 1 ബൈ സിഗ്മ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് എഡ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ഡി സെഡ് ഈക്വൽ ടു 1 ആണ്. സിൻസ് ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 ബൈ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് എഡ് സ്ക്വയർ ബൈ 2 ഡി സെഡ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ഉണ്ടല്ലോ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ബാർ ഈസ് ആൻ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ടി ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ദെൻ ടി സ്ക്വയർ ഈസ് ആൾസോ എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ടി എന്ന് പറഞ്ഞാൽ തീറ്റയുടെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എങ്കിൽ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ നമുക്ക് പ്രൂവ് ചെയ്യണം. So since t is a consistent estimator of theta, അതുകൊണ്ട് we have the definition limit n tending to infinity probability of mod t minus theta less than epsilon approaching to 1 നമുക്ക് പറയാൻ പറ്റും. സോ ഈ മോഡുലസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് n tending to infinity probability of minus epsilon less than t minus theta less than epsilon tending to 1 കൊടുക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടീറ്റനെ ത്രൂ ഔട്ട് ഒഴിവാക്കുക. സോ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ പ്ലസ് ടീറ്റ കൊടുക്കണം. സോ ഇവിടെയും പ്ലസ് ടീറ്റ കൊടുക്കുക, ഇവിടെയും പ്ലസ് ടീറ്റ കൊടുക്കുക. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് ടീറ്റ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ടി ലെസ് ദാൻ ടീറ്റ പ്ലസ് എപ്സിലോൺ അപ്രോച്ചിങ് ടു 1. സോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി നമ്മൾ ത്രൂ ഔട്ട് തന്നെ സ്ക്വയർ ചെയ്യുക. പ്രോബിലിറ്റി ഓഫ് ടീറ്റ മൈനസ് എപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ ലെസ് ദാൻ ടീറ്റ പ്ലസ് എപ്സിലോൺ അപ്രോച്ചിങ് ടു 1 കൊടുക്കാൻ പറ്റും. സോ എന്ത് ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ടീറ്റ മൈനസ് എപ്സിലോൺ സ്ക്വയർ എന്തായിട്ട് മാറും, ടീറ്റ സ്ക്വയർ മൈനസ് 2 എപ്സിലോൺ ടീറ്റ പ്ലസ് എപ്സിലോൺ സ്ക്വയർ വരും. ടീറ്റ പ്ലസ് എപ്സിലോൺ സ്ക്വയർ എന്ത് വരും, ടീറ്റ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ പ്ലസ് എപ്സിലോൺ സ്ക്വയർ വരും. സോ നമുക്ക് എന്ത് പറ്റും, ത്രൂ ഔട്ട് നമ്മൾ ടീറ്റ നമ്മൾ ഒഴിവാക്കണം. ഈ ടീറ്റ ഒഴിവാക്കണമെങ്കിൽ മൈനസ് ടീറ്റ കൊടുക്കണം. സോ ഇവിടെ ഒരു മൈനസ് ടീറ്റ വരും, ഇവിടെ നിന്ന് ഈ മൈനസ് ടീറ്റ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. സോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് എപ്സിലോൺ മൈനസ് 2 എപ്സിലോൺ ടീറ്റ ടീറ്റ ഒഴിവാകുന്നുള്ളൂ, ബാക്കി എപ്സിലോൺ സ്ക്വയർ ഉണ്ട്, മൈനസ് 2 എപ്സിലോൺ ടീറ്റ നമ്മൾ ഇങ്ങനെ എഴുതി ലെസ് ദാൻ ഇവിടെ ടീറ്റ ഇല്ല, സോ മൈനസ് ടീറ്റ സ്ക്വയർ ആഡ് ചെയ്ത് വരും ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ അപ്രോച്ചിങ് ടു 1. എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 എപ്സിലോൺ ടീറ്റ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 എപ്സിലോൺ ടീറ്റ മൈനസ് 2 എപ്സിലോൺ ഓൾസോ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ കൊടുക്കാൻ പറ്റും. കാരണം ഇതന്നെ ഓൾറെഡി ലെസ് ദാൻ അതിനാണ്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് കൂടി നമ്മൾ കുറക്കുകയാണെങ്കിൽ വിച്ച് ഓൾസോ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ. സോ ഇവിടെ മൈനസ് എപ്സിലോൺ ഇവിടെ എപ്സിലോൺ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് 2 എപ്സിലോൺ സ്ക്വയർ ഉണ്ട്. സോ മൈനസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 എപ്സിലോൺ ടീറ്റ എന്തായിട്ട് വരും, ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ നമുക്ക് എഴുതാം. ഒക്കെ എന്താണ് അൾജിബ്രിക് ഓപ്പറേഷൻസ് ആണ്. നമുക്ക് വേണ്ട ആൻസറിലേക്ക് നമ്മൾ അതിനെ എഴുതിയത് കൊണ്ടുവരണം. സോ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ്, നമുക്ക് കോമൺ ആയിട്ട് മൈനസ് ഓർത്തെടുത്താൽ മൈനസ് ഓഫ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ. സോ ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 എപ്സിലോൺ ടീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, മൈനസ് ഓഫ് എപ്സിലോൺ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ കൊടുക്കാൻ പറ്റും. സോ മൈനസ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റ അപ്രോച്ചിങ് ടു 1. വിച്ച് മീൻസ് നമ്മുടെ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അത് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സിമ്പിൾ നൊട്ടേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 എപ്സിലോൺ ടീറ്റയ്ക്ക് എപ്സിലോൺ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് എപ്സിലോൺ 1 ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് ടീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ 1 ടെൻഡിങ് ടു 1. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് എപ്സിലോൺ
പ്ലസ് എപ്സിലോൺ നമുക്ക് മോഡുലസ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ലിമിറ്റ് ആൻഡ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ 1 ടെൻഡിങ് ടു 1. ഇവിടെ ടി മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ ടെൻഡിങ് ടു 1 ആയപ്പം ടി എന്ന് പറഞ്ഞാൽ തീറ്റയുടെ അൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആയിരുന്നു. ഇവിടെ ടിക്ക് പകരം ടി സ്ക്വയറും തീറ്റയ്ക്ക് പകരം തീറ്റ സ്ക്വയർ വന്നു. സോ വി കൺക്ലൂഡ് ദാറ്റ് ടി സ്ക്വയർ ഈസ് എ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examine sufficiency of summation I equal to 1 to n xi square for sigma square in n of 0 sigma square distribution. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കാണിക്കണം? ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയറിൻ്റെ സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ n of 0 sigma. ഓക്കെ, സോ വി ഗിവൺ x approaches to n of 0 sigma square, which means ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മീൻ ഈക്വൽ ടു 0 ആണ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ എന്തായിട്ട് മാറും? 1/sigma√2π e⁻x² 2 സിഗ്മ സ്ക്വയർ ആയിട്ട് മാറും. വെർ എക്സ് വാരീസ് ഇൻ ബിറ്റ്വീൻ -∞ to ∞ ആണ്. സോ ലെറ്റ് x1 x2 എക്സെട്ര x എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം സാമ്പിൾസ് എടുത്ത് നമ്മുടെ സെയിം പോപ്പുലേഷനുള്ള റാൻഡം സാമ്പിൾസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ദി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ L of x1 x2 എക്സെട്ര x സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റണം. ദിസ് ഈക്വൽ ടു എന്താ? എഫ് ഓഫ് x1 സിഗ്മ സ്ക്വയർ, എഫ് ഓഫ് x2 സിഗ്മ സ്ക്വയർ എക്സെട്ര എഫ് ഓഫ് xn സിഗ്മ സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് സിഗ്മ സ്ക്വയർ ഇതാണ് എങ്കിൽ ഓരോന്നിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/sigma√2π e⁻x² 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു 1/sigma√2π e⁻x² 2 സിഗ്മ സ്ക്വയർ എക്സെട്ര 1/2 sigma 2√2π e⁻xn² 2 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? നമുക്ക് എന്ത് പറ്റും? എല്ലാത്തിലും 1/sigma√2π കോമൺ ആയിട്ട് n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സോ 1/sigma√2π ഓൾ റേസ് ടു n വരും. e⁻xi² 2 സിഗ്മ സ്ക്വയർ e⁻m1 പ്ലസ് e⁻m1 ഇൻറ്റു m2 ഇൻറ്റു എക്സെട്ര ആണ് e⁻m1 പ്ലസ് m2 പ്ലസ് എക്സെട്ര എഴുതാൻ പറ്റുന്ന പ്രോപ്പർട്ടി നമുക്ക് ഇതിനെ മൊത്തത്തിൽ സമ്മേഷൻ കൊടുക്കാൻ പറ്റും. സോ 1/sigma√2π ഓൾ റേസ് ടു n e⁻−sigma⁡xi² 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു 1 ആക്കി മാറ്റി. ബിക്കോസ് ഇത് നമ്മൾ എന്ത് ചെയ്യാം? L1 ആയിട്ടും ഇൻറ്റു 1 നമ്മൾ L2 ആയിട്ട്. L2ൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ എക്സുകൾ ഉണ്ടാവാൻ പാടില്ല. സോ ദസ് L ഈക്വൽ ടു L1 ഇൻറ്റു L2, വേർ L1 ഈക്വൽ ടു ഇതാണ്, L2 ഈക്വൽ ടു ഇതാണ്. സമ്മേഷൻ xi² ഈസ് എ സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ദി സിഗ്മ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ സഫീഷ്യൻറ്റ് എസ്റ്റിമേറ്റർ, കൺസിസ്റ്റൻസി, അൺബയസ്നെസ്, അപ്പോൾ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞതാണ് മിനിമം വേരിയൻസ് വരുന്നതാണ് മോർ എഫിഷ്യൻസി വരിക. ക്ലിയർ? അപ്പോൾ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്.